ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും അതുതന്നെയാണ്, നമ്മുടെ ന്യൂ ഇയർ ആഘോഷത്തിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത് കേട്ടോ. ഏട്ടൻ്റെ ഫ്രണ്ട്സും ഫാമിലീസും കൂടെയാണ് നമ്മൾ ഈ പ്രാവശ്യത്തെ ന്യൂ ഇയർ ആഘോഷിച്ചത്. ഏട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു കേട്ടോ ന്യൂ ഇയർ ആഘോഷം. ഞങ്ങൾ കുറച്ച് ഫാമിലീസും പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. പിള്ളേരൊക്കെ നല്ല അടിപൊളി വൈബായിരുന്നു കേട്ടോ. തുടക്കം കുറച്ച് ലാഗായിരുന്നെങ്കിലും പിന്നെ ബിയറൊക്കെ വന്നപ്പോൾ നല്ല ചില്ലായി കേട്ടോ. ഒരു ബിയറൊക്കെ അടിച്ചിട്ട് ഞങ്ങൾ ഡാൻസും പാട്ടും ഒക്കെ തുടങ്ങി. നല്ല അടിപൊളി വൈബായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ചിക്കൻ ഫ്രൈയും കക്കയും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ കൂടി അടിപൊളിയായിട്ട് ഞങ്ങൾ അടിച്ച് പൊളിച്ചു ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ. ഇനി ഒരുപാട് പേര് വരാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങളുള്ള ആൾക്കാരൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. ദർശുക്കുട്ടൻ ആദ്യം വന്നപ്പോൾ തന്നെ അലമ്പായിരുന്നു കേട്ടോ. പിന്നെ അവന് നല്ല വിശന്നുണ്ടായിരുന്നു. ഫുഡൊക്കെ കൊടുത്തപ്പോൾ അവൻ ഓക്കെ, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്നാലും അവൻ ബാക്കിയുള്ള പിള്ളേരുമായിട്ട് വലുതായിട്ടൊന്നും മിങ്കിളായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എങ്കിലും വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ പോയി. പെട്ടെന്ന് തന്നെ തിരിച്ച് പോകാമെന്നുള്ളൊരു മൈൻഡൊക്കെ ആയിരുന്നു കേട്ടോ. കാരണം ദർശു എത്ര നേരം ഇരിക്കുന്നൊന്നും അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ വേഗം ഫുഡ് കഴിച്ചിരുന്നു. പിന്നെ ഇതേ അക്കുക്കുട്ടനും നിയമോളും കൂടെ നല്ല ഡാൻസിലായിരുന്നു കേട്ടോ. അവർ നല്ല കമ്പനിയായി. അവർ രണ്ടുപേരും നല്ല കോംബോ ആയിട്ട് നല്ല അടിപൊളി ഡാൻസൊക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പാട്ട് അപ്പോഴേക്കും ഓഫായി കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, അന്താക്ഷരി കളിക്കാൻ തുടങ്ങി. ഞങ്ങൾ രണ്ട് ടീമൊക്കെ ആയിട്ട് ഞങ്ങൾ അന്താക്ഷരി കളിക്കാൻ തുടങ്ങി. അപ്പോൾ ലാസ്റ്റ് ഞങ്ങളാണ് കേട്ടോ ജയിച്ചത്, ഗേൾസ്. പക്ഷേ അവരത് സമ്മതിച്ച് തരുന്നൊന്നുമില്ല, എങ്കിലും ഞങ്ങളാണ് ജയിച്ചത്. അങ്ങനെ ഞങ്ങൾ അന്താക്ഷരിയൊക്കെ കളിച്ച് കഴിഞ്ഞിട്ട് 12 മണിയായപ്പോഴേക്കും പടക്കമൊക്കെ പൊട്ടിച്ചു കേട്ടോ. പടക്കം പൊട്ടിക്കുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ വീട്ടിലോട്ട് പോന്നു. കാരണം നമ്മുടെ ദർശനം അപ്പോഴേക്കും അലമ്പായി തുടങ്ങി. അപ്പോൾ പടക്കം പൊട്ടിക്കുന്നത് എനിക്ക് കാണാൻ പറ്റിയില്ല. എങ്കിലും ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ ആഘോഷിച്ചു. പടക്കം പൊട്ടിക്കുന്ന സൗണ്ട് കേട്ടിട്ട് പിള്ളേരൊക്കെ കരഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എങ്കിലും നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ ന്യൂ ഇയർ ആഘോഷിച്ചു പ്രാവശ്യം. അപ്പോൾ ഇത്രയുള്ളൂ. ബൈ ബൈ, സീ യു.